ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ശാസ്ത്ര കായിക രംഗങ്ങളിൽ ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ അതിവേഗം വളരുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൈതൃക സംരക്ഷണം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്നും ഗ്യാൻ ഭാരതം മിഷൻ ഇതിന് മുതൽക്കൂട്ടാകുമെന്നും പ്രധാനമന്ത്രി. വികസിത ഭാരതത്തിലേക്കുള്ള മാർഗ്ഗം സ്വാശ്രയത്വമെന്ന് പ്രധാനമന്ത്രി. സ്വച്ഛ് ഭാരത് മിഷൻ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. തമിഴ്നാട്ടിൽ രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജന്മവാർഷിക ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലയോര നദീതീര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് ഫൈനൽ രണ്ടാം റൌണ്ടിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ അതിവേഗം വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 124ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 വർഷം മുൻപ് രാജ്യത്ത് 50ൽ താഴെ സ്റ്റാർട്ടപ്പുകൾ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ 200ലധികമായി ഉയർന്നു. ശുഭാൻശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഏറെ അഭിമാനകരമായ നേട്ടമായി. ചെറിയ കുട്ടികളിൽ ഉൾപ്പെടെ ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ച് ജിജ്ഞാസ വളരാൻ ഇത് സഹായകമായി. വിദ്യാർത്ഥികളിൽ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഇൻസ്പയർ മാനക് പരിപാടിയെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നതിന് പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അടുത്ത മാസം മുംബൈയിൽ ആസ്ട്രോണമി ആന്റ് ആസ്ട്രോഫിസിക്സ് ഒളിമ്പ്യാഡ് നടക്കാൻ പോവുകയാണ്. ഭാരതം ഇപ്പോൾ ഒരേ സമയം ഒളിമ്പിക്സിനായും ഒളിമ്പ്യാഡിനായും ഊർജിതമായി മുന്നോട്ട് പോവുകയാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. 12 മറാഠ കോട്ടകളെ ലോക പൈതൃക കേന്ദ്രങ്ങളായി യുനെസ്കോ അംഗീകരിച്ചത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോട്ടകൾ നമ്മുടെ പ്രൌഢമായ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ കോട്ടകൾ സന്ദർശിക്കാനും ചരിത്രം മനസ്സിലാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യ സമര സേനാനികളായ ഖുദിറാം ബോസ്, ലോകമാന്യ ബാലഗംഗാധര തിലക് എന്നിവർക്ക് അദ്ദേഹം ആദരമർപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ ദിനം, വിഭജന ഭീകരത സ്മരണ ദിനം, സ്വാതന്ത്ര്യദിനം, ദേശീയ കൈത്തറി ദിനം എന്നിവ ഓഗസ്റ്റ് മാസത്തിലാണെന്ന് ഓർമ്മപ്പെടുത്തിയ പ്രധാനമന്ത്രി അവയോരോന്നിന്റെയും പ്രാധാന്യം അടിവരയിട്ടു. സ്വാതന്ത്ര്യ സമരത്തിന് ഖാദി കരുത്ത് പകർന്നതിന് സമാനമായി വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ വസ്ത്രനിർമ്മാണ മേഖല ശക്തിയായി മാറുകയാണെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. टेक्सटाइल भारत का सिर्फ एक सेक्टर नहीं है, ये हमारी सांस्कृतिक विविधता की मिसाल है. टेक्सटाइल और अपैरल मार्केट बहुत तेजी से बढ़ रहा है और इस विकास की सबसे सुंदर बात यह है कि गांवों की महिलाएं, शहरों के डिजाइनर, बुजुर्ग बुनकर और स्टार्टअप शुरू करने वाले हमारे युवा सब मिलकर इसे आगे बढ़ा रहे हैं. രാജ്യത്ത് ഇന്ന് 3000-ലധികം ടെക്സ്റ്റൈൽ സ്റ്റാർട്ടപ്പുകൾ സജീവമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വേൾഡ് പോലീസ് ആന്റ് ഫയർ ഗെയിംസിൽ ഇന്ത്യ 600ഓളം മെഡലുകൾ നേടി 71 രാജ്യങ്ങളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്തെത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. 2029ൽ ഗെയിംസ് ഇന്ത്യയിലാണ് നടക്കുകയെന്നും ഖേലോ ഭാരത് നയം 2025ന് പ്രശംസയേറുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അറിയിച്ചു. इस नीति का लक्ष्य साफ है, भारत को स्पोर्टिंग सुपर पावर बनाना. गांव, गरीब और बेटियां इस नीति की प्राथमिकता है. स्कूल और कॉलेज अब खेल को रोजमर्रा की जिंदगी का हिस्सा बनाएंगे. खेल टीम स्पिरिट पैदा करते हैं. ये फिटनेस, आत्मविश्वास और एक मजबूत भारत के निर्माण का रास्ता है. മാവോയിസ്റ്റ് അക്രമങ്ങൾക്ക് പേരുകേട്ടിരുന്ന ഝാർഖണ്ഡിലെ ഗുംല ജില്ലയിലുണ്ടായ മാറ്റത്തെപ്പറ്റി പറഞ്ഞ പ്രധാനമന്ത്രി അക്രമത്തിന്റെ വഴി ഉപേക്ഷിച്ച് മത്സ്യകൃഷിയിലേക്ക് കടന്ന ഓം പ്രകാശ് സാഹുവിന്റെ ജീവിതം ഉദാഹരണമായി പ്രതിപാദിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന എങ്ങനെയാണ് ബാസിയ ബ്ലോക്കിലെ 150ലധികം കുടുംബങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ജനങ്ങളുമായി പങ്കുവച്ചു. 11 വർഷം പൂർത്തിയാക്കുന്ന സ്വച്ഛ് ഭാരത് മിഷൻ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നതായും ജനങ്ങൾക്ക് ശുചിത്വം ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ശുചിത്വ സർവേയെപ്പറ്റി പ്രതിപാദിച്ച ശ്രീ മോദി ഈ വർഷം രാജ്യത്തെ 4500ലധികം നഗരങ്ങളും ചെറുപട്ടണങ്ങളും ഇതിൽ ചേർന്നതായും പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ കീർത്തി നഗർ, അരുണാചലിൽ റോയിംഗ് എന്നിവ മാലിന്യ സംസ്കരണ രംഗത്തെ ഉത്തമ ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
വികസിത ഭാരതത്തിലേക്കുള്ള മാർഗ്ഗം സ്വാശ്രയത്വമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാജ്യത്തെ വൈവിധ്യത്തിന്റെ മനോഹാരിത നാടൻ പാട്ടുകളിലും പാരമ്പര്യങ്ങളിലും കാണാം. ഒഡീഷയിലെ കിയോഞ്ചർ ജില്ലയിൽ രാധാകൃഷ്ണ സങ്കീർത്തന മണ്ഡലി എന്ന സംഘം കീർത്തനങ്ങളിലൂടെ കാട്ടുതീയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് പ്രധാനമന്ത്രി പരാമർശിച്ചു. जंगल और पर्यावरण की रक्षा के लिए उन्होंने पारंपरिक गीतों में नए बोल जोड़े, नए संदेश जोड़े. उनकी टोली गांव-गांव गई. गीतों के माध्यम से लोगों को समझाया कि जंगल में लगने वाली आग से कितना नुकसान होता है. നമ്മുടെ നാടൻ പാരമ്പര്യങ്ങൾക്ക് ഇന്നും സമൂഹത്തിന് വഴികാട്ടിയാവാനുള്ള ശക്തിയുണ്ട്. പുരാതന കയ്യെഴുത്ത് രേഖകൾ ഡിജിറ്റൈസ് ചെയ്ത് സംരക്ഷിക്കുന്നതിനായി ആരംഭിക്കുന്ന ഗ്യാൻ ഭാരതം ദൌത്യത്തെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ സംസാരിച്ചു. भारत सरकार ने इस वर्ष के बजट में एक ऐतिहासिक पहल की घोषणा की है, ज्ञान भारतम मिशन. इस मिशन के तहत प्राचीन पांडुलिपियों को डिजिटाइज किया जाएगा. फिर एक नेशनल डिजिटल रिपोजिटरी बनाई जाएगी, जहां दुनिया भर के विद्यार्थी, शोधकर्ता भारत की ज्ञान परंपरा से जुड़ सकेंगे. കാസിരംഗ ദേശീയോദ്യാനത്തിലെ ഗ്രാസ്ലാൻഡ് ബേർഡ് സെൻസസിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി സാങ്കേതിക വിദ്യയും സംവേദനക്ഷമതയും ഒന്നിക്കുമ്പോൾ പ്രകൃതിയെ ആഴത്തിൽ മനസ്സിലാക്കുന്നത് എളുപ്പമാകുമെന്നും പറഞ്ഞു. ഹരിയാലി തീജ്, നാഗപഞ്ചമി, രക്ഷാബന്ധൻ, ജന്മാഷ്ടമി എന്നീ ഉത്സവങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണത്തെ മൻ കി ബാത് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മലയോര മേഖലകളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കോഴിക്കോട് കക്കയം ഡാമിലെ 2 ഷട്ടറുകളും അരയടി വീതം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. പുഴക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ 2 ക്യാമ്പുകളിലായി 84 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇടുക്കിയിൽ പൊന്മുടി, കല്ലാർകുട്ടി, മലങ്കര, ലോവർ പെരിയാർ ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. വയനാട്ടിൽ മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പാലക്കാട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. കൊടുമ്പ് സ്വദേശി മാരിമുത്തുവാണ് മരിച്ചത്. മുൻ രാഷ്ട്രപതിയും വിഖ്യാത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ മിസൈൽ വികസന പരിപാടികളിൽ ഡോക്ടർ കലാം നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ രാഷ്ട്രപതിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വികസിതവും ശക്തവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകാൻ ഡോക്ടർ കലാമിന്റെ ചിന്തകൾ രാജ്യത്തെ യുവാക്കളെ പ്രേരിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തമിഴ്നാട്ടിലെ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ നടക്കുന്ന രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജന്മവാർഷികാഘോഷങ്ങളിൽ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ചോള ചക്രവർത്തിയായ രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ സ്മരണാർത്ഥം പ്രധാനമന്ത്രി നാണയം പുറത്തിറക്കും. ചോള ചക്രവർത്തിയുടെ ജന്മനക്ഷത്ര ദിനത്തിൽ നടക്കുന്ന ആടി തിരുവാതിര ഉത്സവത്തിലും അദ്ദേഹം പങ്കെടുക്കും. ജോർജിയയിലെ ബറ്റൂമിയിൽ നടക്കുന്ന ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് ഫൈനൽ 2ാം ക്ലാസിക്കൽ മത്സരത്തിൽ ഇന്ന് ഇന്ത്യയുടെ കൊനീരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. ആദ്യ മത്സരം ഇന്നലെ സമനിലയിൽ അവസാനിച്ചിരുന്നു. വെള്ളക്കരിക്കളുമായി കളിച്ച ദിവ്യ തുടക്കത്തിൽ മുൻതൂക്കം നേടിയെങ്കിലും അവസാനം വരെ പൊരുതിയ ഹംപി സമനില നേടുകയായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെയുള്ള 4ാം ടെസ്റ്റിന്റെ അവസാന ദിനമായ ഇന്ന് 2 വിക്കറ്റിന് 174 റൺസ് എന്ന നിലയിൽ ഇന്ത്യ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. ശുഭ്മാൻ ഗില്ലും KL രാഹുലുമാണ് ക്രീസിൽ. ആദ്യ ഇന്നിംഗ്സിൽ 669 റൺസ് എടുത്ത ഇംഗ്ലണ്ട് 331 റണ്ണിന്റെ കൂറ്റൻ ലീഡ് നേടിയിരുന്നു. 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ 2 ജയവുമായി ഇംഗ്ലണ്ട് നിലവിൽ മുന്നിലാണ്. ബീഹാറിൽ ശുചീകരണ തൊഴിലാളികൾക്കായി സംസ്ഥാന ശുചിത്വ തൊഴിലാളി കമ്മീഷൻ രൂപീകരിക്കുന്നതായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചു. കമ്മീഷൻ ബീഹാർ രാജ്യ സഫായി കർമ്മചാരി ആയോഗ് എന്നറിയപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. ശാസ്ത്ര കായിക രംഗങ്ങളിൽ ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ അതിവേഗം വളരുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൈതൃക സംരക്ഷണം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്നും ഗ്യാൻ ഭാരതം മിഷൻ ഇതിന് മുതൽക്കൂട്ടാകുമെന്നും പ്രധാനമന്ത്രി. വികസിത ഭാരതത്തിലേക്കുള്ള മാർഗ്ഗം സ്വാശ്രയത്വമെന്ന പ്രധാനമന്ത്രി. സ്വച്ഛ് ഭാരത് മിഷൻ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി.
തമിഴ്നാട്ടിൽ രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജന്മവാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി അല്പസമയത്തിനകം പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലയോര നദീതീര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് ഫൈനൽ രണ്ടാം റൌണ്ടിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.